നമസ്കാരം. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും അല്ലേ. അത് അറ്റ്ലീസ്റ്റ് ഒരു ഓയിൽ മസാജെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്, ഫേസ് വാഷ് ഇത് ഏതെങ്കിലും ഒന്നൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ മുഖത്തെ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് ഒന്നാണ് ചുണ്ടുകളുടെ ആരോഗ്യം എന്നുള്ളത്. ചുണ്ടിനെ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ തന്നെ പല കാരണങ്ങൾ കൊണ്ട്, അത് ജനറ്റിക് അല്ലാത്ത മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ചുണ്ട് കറുത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതിന് പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണേ. ചുണ്ടിനെ ഒന്ന് ലൈറ്റൻ ചെയ്ത് നിലനിർത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള നിറത്തെ നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു വളരെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ലിപ് ബാം, ലിപ്സ്റ്റിക്കൊക്കെ തന്നെ പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടർ സജിത തേജൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടേണ്ടത് നമ്മുടെ ചുണ്ടുകളെ ആരോഗ്യത്തോടെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നതിലുപരി എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യം പരിചയപ്പെടേണ്ടത്. അതിലൊന്നാണ് കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുള്ള ആഹാരപദാർത്ഥം. ചായയും കോഫിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കുടിക്കുന്നവരാണെങ്കിൽ, സ്ട്രോങ് കൂട്ടി കുടിക്കുന്നവരാണെങ്കിൽ അതൊന്ന് നിർത്താം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് കുറച്ചെങ്കിലും കൊണ്ടുവരാം. അതുപോലെ തന്നെ കൂടുതൽ ഷുഗർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കിൻ കെയർ ഒക്കെ നോക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡയറ്റിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. അതിൽ ഒഴിവാക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇല്ലേ, അതിവിടെ ഒഴിവാക്കാം കേട്ടോ. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്താൻ വേണ്ടി പറ്റും. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിൽ ഒരു വളരെ നേർമയുള്ള ഒരു പാളി, ഒരു തൊലിപ്പുറമാണ് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചും ഒക്കെ തന്നെ അതിലെ ഈർപ്പം അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആയി പോവുകയും അത് ചില പാളികളായിട്ട് അടർന്ന് മാറുകയൊക്കെ ചെയ്യാം. അത് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പിടിച്ച് വലിച്ച് അത് കൂടുതലായിട്ട് പൊളിഞ്ഞു വന്നതിന് ശേഷം ബ്ലീഡിങ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം ചാപ്ഡ് ലിപ്സ് ഒക്കെ ആവാനുള്ള കാരണം ഈ ഹൈഡ്രേഷൻ എന്നുള്ളത് ഇല്ലാത്തതിനാലാണ്. നമ്മുടെ ബോഡിക്ക് ശരിയായിട്ടുള്ള ജലാംശം നിലനിർത്താൻ സാധിക്കാതെ വന്നാൽ ഇത് കാണപ്പെടാം. അതുപോലെ എല്ലാവർക്കും പറ്റുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചുണ്ടിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മുടെ സലൈവ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ടൊന്ന് നനച്ചു കൊടുക്കുമല്ലേ, ഇതുപോലെ അങ്ങനെ ചെയ്യുന്നത് നിർത്തണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാപ്ഡ് ലിപ്സ് വരാൻ അല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പാടെ ഒഴിവാക്കുക. നിങ്ങൾക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്താൻ പുറമേക്ക് വെള്ളം കൊണ്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഉള്ളിലേക്കാണ് വെള്ളം കുടിക്കേണ്ടത്. അതിന് കൂടെ തന്നെ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്താൻ ചില മോയ്സ്ചറൈസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പാടെ നിർത്താം. ഈ ഒരു പിഗ്മെന്റഡ് ലിപ്സും ചാപ്ഡ് ലിപ്സും ഒന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്താം. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലേ. അപ്പം എങ്കിലും നിങ്ങൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ചും അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല, അതായിരിക്കും നല്ലത്. അതും അല്ലെങ്കിൽ നമുക്ക് ലിപ് കെയർ വീട്ടിൽ ചെയ്യാം. പുറമെ പോകുമ്പോഴായാലും നമുക്ക് ലിപ് ബാം തയ്യാറാക്കി എടുക്കാം. ഹാർഡ് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ആ സ്കിന്നിലെ ഹൈഡ്രേഷൻ നഷ്ടപ്പെടുകയും സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുകയും ഡാർക്ക് ആവുകയും പിഗ്മെന്റഡ് ലിപ്സായി മാറുകയൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ഇനി ചാപ്ടെക്സ് അല്ലെങ്കിൽ സെബാമെഡ് പോലെയുള്ള SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാമുകളും ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിട്ടുള്ള UV റേഡിയേഷൻ അടിക്കുമ്പോൾ അതും നമ്മുടെ ചുണ്ടിൻ്റെ സ്കിന്നിനെയൊക്കെ തന്നെ കേടുപാട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല വ്യത്യാസം ചുണ്ടിൽ വരുത്താൻ പറ്റുന്ന ഒരു സ്ക്രബ് ഞാൻ പറയാം. അതിൽ
പലരും അതിൽ ലെമൺ ജ്യൂസ് ചേർക്കാറുണ്ട്. തീർത്തും ഒഴിവാക്കണം എന്നുള്ളതല്ല, എങ്കിലും ഒരു വളരെ കുറഞ്ഞ എമൗണ്ടിലൊക്കെ ചേർക്കാം. പക്ഷേ എങ്കിലും ഈ ലെമൺ ജ്യൂസ് സിട്രിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പം ചിലർക്കത് കൂടുതൽ ഡ്രൈ ആയി പോവാനോ ഒക്കെ തന്നെ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെ ചുണ്ടിൻ്റെ ഹെൽത്തും വ്യത്യാസമായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗറും അതുപോലെ തന്നെ തേനും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട്, ഇനി കോഫി പൗഡർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ആ ഒരു മോയ്സ്ചർ കൂടുതൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ക്രബായി. സ്ക്രബ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലിപ്പ് ലൈറ്റ്നറായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ മോയ്സ്ചറൈസറായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് വളരെ നല്ലതാണ്. ഒരാഴ്ച ഉപയോഗിച്ച് നോക്കാം. ഇനി കണ്ടിന്യൂസ് ഉപയോഗിക്കുക എന്നല്ല കേട്ടോ, ഇനി അതും കൂടെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ സ്കിന്നിലുള്ള അത്രയും ലെയറുകളല്ല, ചുണ്ടിൽ പലപ്പോഴും ഒരു 3, 4, 5 ലെയറിൽ കൂടുതലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ സ്ക്രബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇട്ട് ഉരയ്ക്കുന്നതൊന്നും ഓർക്കരുതേ, വളരെ മൈൽഡായിട്ട് ഒന്ന് വിരൽ പാസ് ചെയ്യാനേ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതും ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നിങ്ങളൊന്ന് ലിപ്പിനെ കെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങനെയൊന്നും മാറാത്ത ചില കേസ് ഉണ്ട്, അത് ജനറ്റിക് ആയിട്ടുള്ള ഇത്തരം പിഗ്മെൻറ്റഡ് ലിപ്സ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്നത് ഹെൽത്തി ആയിട്ടുള്ള ലിപ്സിനെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കുന്ന 2 ലിപ് ബാം ഞാനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേദാത്മിക ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയുടെ ഒരു ചെറി ലിപ് ബാമാണ്. ഇവർക്ക് തന്നെ വേറെയും 2-3 ലിപ് ബാം ഉണ്ട് കേട്ടോ. ഏലാദി ലിപ് ബാം, അതുപോലെ തന്നെ റോസ് പെറ്റൽ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് റോസ് പെറ്റൽ ലിപ് ബാമാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് ലിപ് ബാം. ഈ ചെറി ലിപ് ബാമും അടിപൊളിയായിട്ടുള്ള ലിപ് ബാമാണ്. നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറാക്കി നിലനിർത്താനൊക്കെ സഹായിക്കുന്നത്. പിന്നെ സ്കിന്നിന് ആ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടതുപോലെ തന്നെ പുറമേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഓർഡർ ചെയ്യാം. ഇത് മാത്രമല്ല ഒത്തിരി പ്രോഡക്ട്സുകളുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഒലീവ് ഓയിലൊക്കെ നമുക്ക് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിപ് ബ്ലസ്, മെലാലുമിൻ, ലിപ്സ് ലൈറ്റ് എന്നുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലിപ്പിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുണ്ടുകളെ നല്ല ലൈറ്റനാക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഇത്തരം വൈറ്റമിൻസ് ഒക്കെ ഉള്ളിൽ എത്തണം എന്നുള്ളത് കൊണ്ടും നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലെ വീക്ക്ലി വൺസ് എങ്കിലും ചെറിയൊരു ജെൻറ്റിൽ മസാജ് കൊടുക്കുന്നത് നമ്മുടെ സർക്കുലേഷൻ കൂട്ടുന്നത് എപ്പോഴും തന്നെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ ബ്രൈറ്റ് ആക്കി നിർത്താനും ആ സ്വാഭാവികമായിട്ടുള്ള ഹെൽത്തും നിറവും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. പിന്നെ പറയാൻ മറന്നു പോയതുണ്ട്, നമ്മൾ മുൻപ് ബീട്രൂട്ടും നെയ്യും കൂടെ ചേർത്തിട്ടൊരു ലിപ് ബാം തയ്യാറാക്കിയിട്ടില്ലായിരുന്നു, അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.